നമസ്കാരം. റസ്വാൻ അബ്ദുൾ ഹാജി അലി എന്നുള്ള കൊടും തീവ്രവാദിയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ സ്പെഷ്യൽ സെൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഡൽഹി പോലീസിൻ്റെ ഈ കൊടും തീവ്രവാദിയെ ISIയുടെ തീവ്രവാദിയായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തീവ്രവാദി പൂന കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാജ്യത്ത് അഭിസംബോധന ചെയ്യേണ്ട ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ ഡൽഹിയിൽ മെട്രോയിൽ ഏതാണ്ട് 6-7 ലൈനുണ്ട്. ബ്ലൂ, യെല്ലോ, ഗ്രീൻ, ഇത്തരം ലൈനിൽ ഏതാണ്ട് 288 സ്റ്റേഷനുകളുമുണ്ട്. ഈ സ്റ്റേഷനിലെല്ലാം വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ആദ്യമൊക്കെ കയറുമ്പോൾ ഒരു വട്ടം മാത്രമേ ഉള്ളായിരുന്നു സെക്യൂരിറ്റി ചെക്ക്. ഇപ്പോൾ കയറുന്നതിന് മുമ്പും അതിനുശേഷവും അങ്ങനെ 2 തരത്തിലുള്ള സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റും. അതെനിക്ക് റെയിൽവേ സ്റ്റേഷൻ ആവട്ടെ, ബസ് സ്റ്റാൻഡ് ആവട്ടെ, ഡൽഹിയിൽ കനത്ത സുരക്ഷയിലാണ്. രാജ്യത്തെ തീവ്രവാദികളുടെ ആക്രമണം ഏത് വിധം ഉണ്ടായാലും നേരിടാമെന്നുള്ള ഉറപ്പും ശക്തിയും രാജ്യത്തിനുണ്ട്. അതേ കണക്ക് മുംബൈയിലും ഈ തീവ്രവാദിയും സംഘങ്ങളുമായിട്ട് യാത്ര ചെയ്തതായിട്ടാണ് രഹസ്യ വിവരം കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റസ്വാൻ അബ്ദുൾ ഹാജി അലിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പൂന കേന്ദ്രീകരിച്ചാണ് ഈ തീവ്രവാദിയുടെ പ്രവർത്തനങ്ങൾ. എന്തായാലും വലിയ ഒരു പ്രവർത്തനമാണ് ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരം കൊടും തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ പക്കൽ നിന്നും ആയുധങ്ങളും മൊബൈൽ ഫോണുകളും ഉൾപ്പെടെ ആണ് പിടിച്ചെടുത്തിരിക്കുന്നത്. കൊടും കുറ്റവാളിയായിട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി NIA അറസ്റ്റ് വാറണ്ട് പുറപ്പെടുപ്പിച്ചിരിക്കുന്ന ഒരു തീവ്രവാദിയാണ്. വിവരം നൽകുന്നവർക്ക് ഏതാണ്ട് 3 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു. ഈ തീവ്രവാദിയെ പിടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകുന്നവർക്ക് 3 ലക്ഷം രൂപയാണ് NIA പറഞ്ഞത്. ഈ തീവ്രവാദി ഡൽഹി ദരിയഗഞ്ച് സ്വദേശിയാണ്. പൂനെയിലാണ് ഇയാളുടെ IS ഘടകം കേന്ദ്രീകരിച്ചാണ് ഈ തീവ്രവാദിയുടെ പ്രവർത്തനമെല്ലാം. എന്തായാലും പ്രധാന നഗരങ്ങളിലൊക്കെ ആക്രമണം ലക്ഷ്യമിട്ട് സന്ദർശനം നടത്തിയായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തീവ്രവാദിയുടെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ അൽഖ്വയ്ദയുടെ ഒരു ISയുടെ ഒക്കെ ബുദ്ധി കേന്ദ്രമായിട്ടാണ് ഈ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഭീകരരുടെ പോസ്റ്ററുകൾ ഈ ഡൽഹിയിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ പതിപ്പിച്ചിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനിൽ യാത്രക്കാരെയൊക്കെ വളരെ സുരക്ഷയാണ്. ഇവിടെ ഡൽഹിയിൽ എവിടെ നോക്കിയാലും സുരക്ഷാ വലയത്തിലാണ്. തീവ്രവാദികളുടെ ഈ ആക്രമണത്തെ നേരിടാനും അല്ലെങ്കിൽ അത്തരത്തിൽ ഏത് നീക്കമുണ്ടായാലും തടസ്സം ചെയ്യാനും രാജ്യം സന്നദ്ധമാണ്. എന്തായാലും സ്വാതന്ത്ര്യ ദിനത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ആഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും.